ഉമീദ് പോർട്ടലിൽ മുനമ്പമടക്കമുള്ള ഭൂമി ചേർത്തതിന് വിശദീകരണം ചോദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇവിടുത്തെ വഖഫ് ബോർഡിന് കത്തയച്ചിട്ടുണ്ട്. അതായത് കൃത്യമായ മറുപടി തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നല്ല കാര്യമല്ലേ? വളരെ സ്ട്രോങ് ആയിട്ടല്ലേ സർക്കാർ ഇടപെട്ടിരിക്കുന്നത്? വളരെ നല്ലൊരു കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് കൂടിയാണ്. കാരണം ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ഇടപെടലിന് കാരണമായത് ബഹുമാനപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയുടെ ഒറ്റ ഒരു തോട്ട്സിലാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നത്. അദ്ദേഹമാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് ഇങ്ങനെ ഒരു കാര്യം നടന്നത് അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രിസഭ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വഖഫ് ബോർഡിനോട് 5 ദിവസത്തിനുള്ളിൽ വിശദീകരണം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും ചിരി വരുന്നൊരു കാര്യം, ഈ ഒരു വിശദീകരണം തരണമെന്ന് വഖഫ് ബോർഡിന് നോട്ടീസ് കിട്ടിയതിന് ശേഷം 2 ദിവസത്തിനുള്ളിൽ അവർ വിശദീകരണം കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലുപരി അവരിപ്പോൾ നിയമ ഉപദേശം തേടിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിശദീകരണം കൊടുക്കണതിന് നിയമോപദേശം തേടേണ്ടതെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? എന്തോ കള്ളത്തരം അതിൽ നടന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, അവർ ചതിയും വഞ്ചനയും വഖഫ് ബോർഡിൻ്റെ ഒരു ഭാഗമാണ്. എങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ ദൈവനാമത്തിൽ എങ്ങനെ ചതിക്കുക എന്നുള്ളത് അവരുടെ കൂടപ്പിറപ്പാണ്. അല്ലാതെ അവർ ദൈവത്തിന് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല. അതിനകത്തിരിക്കുന്ന ഏതാനും വ്യക്തികൾക്ക് വേണ്ടി ഉള്ളൊരു സംഘടനയാണ്. അല്ലാതെ അവരുടെ സമൂഹത്തിന് വേണ്ടിയുള്ളൊരു സംഘടനയായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ ഇവിടെ പലപ്പോഴും വന്നിട്ടെങ്കിലും ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എത്രയോ പ്രോപ്പർട്ടികൾ ഇവിടുത്തെ ഈ വഖഫ് ബോർഡിൻ്റെ തന്നെ മുത്തവല്ലികൾ വിറ്റ് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചതായിട്ട് ഇപ്പോൾ പല ആൾക്കാരും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടുന്ന ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾ സന്തോഷവാന്മാരാണ്. ഏതായാലും അതിലിപ്പോൾ ഒരു തുടർ നടപടി ഉണ്ടാകുമ്പോൾ എന്താണ് പ്രതീക്ഷ? തുടർ നടപടി ഉണ്ടാകുമ്പോൾ ഒരു വഖഫ് പോർട്ടലിലേക്ക് ഒരു വസ്തു എഴുതി ചേർക്കണമെങ്കിൽ അതിന് വ്യക്തമായ രേഖകൾ ഉണ്ടാകണം. ഇത് ഏത് രേഖപ്രകാരമാണ്? കാരണം 1.5 മാസം മുമ്പ് വരെയും ഞങ്ങൾ ഈ വസ്തുക്ക് വേണ്ടി കരമടച്ചതും കാര്യങ്ങൾ എല്ലാം നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കൈവശമുള്ള സാധനം 1.5 മാസം കൊണ്ട് എങ്ങനെ ഇവർക്ക് കിട്ടി? പിന്നെ അതിലുപരി 400 ഏക്കറാണ് എഴുതി ചേർത്തിരിക്കുന്നത്. 400 ഏക്കർ നോക്കിക്കഴിഞ്ഞാൽ പള്ളിപ്പുറം പഞ്ചായത്ത് മൊത്തം വരും. അപ്പം എവിടെയാണ് ഇവർ എങ്ങനെയാണ് ഇവരുടെ ഇത്രയും വലിയ കള്ളത്തരങ്ങൾക്ക് ഇവർക്ക് ചെയ്യാമെങ്കിൽ ഇതും എഴുതി ചേർക്കാനായിട്ട് അവർക്ക് അധികം, കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു കള്ളന്മാരുടെ ഒരു കൂട്ടായ്മയാണ് വഖഫ് ബോർഡ്. അപ്പോൾ അവർ കള്ളത്തരത്തിലൂടെ അല്ലാതെ അവർക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർ കള്ളത്തരം ചെയ്തതിന് ഏറ്റവും വലിയൊരു തെളിവാണ് അവർ തന്നെ നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഈ മുനമ്പം സമരസമിതിക്ക് എല്ലായ്പ്പോഴും സ്വയം ഒരു മാലാഖയെ പോലെ വന്ന് സഹായം ചെയ്യാറുള്ള ആളാണ് സ്റ്റാലിൻ ദേവൻ സാർ. അപ്പോൾ അദ്ദേഹത്തിനോടാണ് പലപ്പോഴും ഈ VD സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഉപദേശം ചോദിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് മുനമ്പത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നോക്കിക്കാണുന്നുണ്ടോ? അതാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പെന്ന് പറയില്ലേ. സ്റ്റാലിൻ ദേവൻ സാർ ഒരു മാലാഖയെ പോലെ മുനമ്പത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ്. യാതൊരു പ്രോഫിറ്റ് നോക്കിയാൽ അദ്ദേഹം താല്പര്യമില്ല. ഒരു TV ന്യൂസ് കാണുന്നു, അങ്ങനെ ഒരു കാര്യം ഒരു സ്ഥലത്ത് നടക്കുന്നു, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തി തിരുവനന്തപുരത്തിരുന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച് അതിനുശേഷം ഞങ്ങളുടെ നാട്ടിൽ വന്നു ഞങ്ങളുടെ കൂടെ സഹായിക്കും. ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതായത് ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഒരു പിതാവിനോട് സംസാരിക്കുന്ന ഒരു സ്നേഹമാണ് ഞാൻ. പക്ഷേ ഞങ്ങളെല്ലാവരും ആ സ്നേഹവും എന്നും പുള്ളിയുടെ കൂടെ കൊടുക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അവിടെ യാതൊരു വിലയും കൊടുക്കാതിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്കുള്ള കാരണം, അതായത് അവരുടെ മുഖം പൊത്തിയുള്ളൊരു അടിയാണിത്. കാരണം എസ്പെഷ്യലി ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛൻ, ഞങ്ങളുടെ വികാരി ജനറൽ, ഇദ്ദേഹത്തിന് പല രീതിയിൽ അപമാനിച്ചു വിട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ നമ്മളെ സഹായിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനോടൊരു നന്ദി സൂചകമായിട്ട് ഇന്ന് അവിടെ ഒരു വക്കീലുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ആ വക്കീലിനെ മാറ്റിയിട്ടാണ് ഈ രൂപതയുടെ നേതൃത്വത്തിൽ ഏതൊരു കരിമ്പിൻ തോട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു വക്കീലിനെ കൊണ്ടുവരുന്നതും അദ്ദേഹം സൗജന്യമായിട്ടല്ല. പക്ഷേ ഒരിക്കലും അദ്ദേഹം അതിനുള്ള രീതിയിലല്ല പ്രവർത്തിച്ചത്. അദ്ദേഹം ചതിക്കാൻ വേണ്ടി വന്നൊരു വക്കീലാണ്. ഒരു സമൂഹത്തിന് എങ്ങനെ ചതിക്കാം. പക്ഷേ ഞങ്ങളുടെ ശക്തമായ ഇടപെടലുകളും നിരീക്ഷണവും കാരണം അദ്ദേഹത്തിൻ്റെ കളികൾ അവിടെ പാസ്സായില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ മുനമ്പം ജനതയെ എങ്ങനെ ചതിച്ച് അവിടെ നിന്ന് ഓടിക്കുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യത്തോടെ വന്ന
വക്കീലാണ് ഈ സീനിയർ വക്കീലെന്നും പറഞ്ഞ് അവർ കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും അയാളിൽ ഒരു വിശ്വാസവുമില്ല ഇപ്പോഴും. കാരണം ഞങ്ങൾക്ക് അയാളുടെ പ്രവർത്തനങ്ങൾ മുന്നേ തുടങ്ങി ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ സ്റ്റാലിൻ ദേവൻ സാറ് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ വഖഫിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് മുനമ്പം എന്താണെന്നറിയാവുന്ന ഒരാളെ തേടി അറിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയേക്കുന്ന ന്യൂസ് പ്രകാരം സ്റ്റാലിൻ ദേവൻ സാറെ സമീപിച്ചു. സ്റ്റാലിൻ ദേവൻ സാറാണ് ഇപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ, പിന്നെ അവരുടെ ലീഗൽ ടീമും ഉണ്ടാവും. പക്ഷേ സ്റ്റാലിൻ ദേവൻ സാറിൻ്റെ അടുത്ത് നിന്ന് നിയമോപദേശം തേടി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കാസ കഴിഞ്ഞ ആഴ്ച, കാസ എന്ന് പറയുന്ന സംഘടന അത് വളരെ ആക്റ്റീവായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ല സംഘടനയാണ്. അവരുടെ ഔദ്യോഗിക പേജിൽ അവരിങ്ങനെ കുറച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കേണ്ടത്. ഇത് മുനമ്പം സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം കോട്ടപ്പുറം രൂപത, മറ്റൊന്ന് നിങ്ങളുടെ വികാരിയെ പറ്റിയിട്ട്, മുനമ്പം സമരസമിതിയെ പറ്റിയിട്ട് ഇതെല്ലാം പറഞ്ഞിരുന്നു. അതിനകത്ത് ഈ പറയുന്ന അവിടുത്തെ മുനമ്പത്തെ വികാരിയെ പറ്റി അടക്കം, ഈ കോട്ടപ്പുറം രൂപതയെ പറ്റി അടക്കം പറയുന്നതിനകത്ത് ഗുരുതരമായ അഴിമതിയുടെ കഥകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇതിനെ പറ്റിയിട്ടൊക്കെ ഇത്രയും അതിരൂക്ഷമായ വിമർശനം അവർ ഉന്നയിക്കുമ്പോൾ, അഴിമതി ആരോപണം വരുമ്പോൾ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു അഴിമതി വരുമ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? കാസയെക്കുറിച്ച് പറയുമ്പോൾ മുനമ്പം സമരം ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് വളരെയേറെ പങ്കുവഹിച്ചൊരു സംഘടനയാണ് കാസ. എസ്പെഷ്യലി അതിൻ്റെ നേതൃനിരയിലുള്ള കെവിൻ പീറ്ററിനെ പോലെയുള്ള ആൾക്കാർ. കാരണം അവരുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഒരു സഹോദര ഒരു പ്രസ്ഥാനം പോലെ ഞങ്ങളുടെ കൂടെ കൈകോർത്ത് വന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം. അപ്പോൾ കാസ ഞങ്ങൾക്കെന്നും സഹോദര തുല്യമാണ്. ഞങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചുമ്മാ ഒരാൾക്കൊരു പബ്ലിക് ഡൊമൈനിൽ വന്ന് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റൂ? ഇത്രയും നിയമ ബലമുള്ളൊരു രാജ്യത്ത് നമ്മൾ ചെയ്യും. അപ്പോൾ മറ്റുള്ള അഴിമതിനെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഞാൻ അധികം പറയുന്നില്ല. ബട്ട് ഞാൻ അഴിമതി ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് നിയമപീഠത്തെ സമീപിക്കാം, ഈ എഴുതിയിരിക്കുന്നത് തെറ്റെന്ന് പറയാം, അവർക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കണമെന്ന് എനിക്ക് പറയാം. എത്രത്തോളം ഞാൻ മിണ്ടാതിരിക്കുന്നു അതിനർത്ഥം അവിടെ എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ കാസ എന്നൊരു സംഘടന മുനമ്പത്തിന് സഹോദര തുല്യമാണ്. ഈ മുനമ്പം സമരത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ സാറ് തന്നെ പലതവണ പറഞ്ഞിട്ടുള്ള രണ്ട് സംഘടനകളുടെ പേരുണ്ട്. ഒന്ന് KLCA, മറ്റൊന്ന് KRLCC. ഈ രണ്ട് സംഘടനകളെ പറ്റിയിട്ടും പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാനും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ ഈ അടുത്താണ് അതിനെപ്പറ്റി അറിഞ്ഞത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ പോലെ നടക്കുന്ന രണ്ട് ആൾക്കാർ, നേതാക്കളാണോ എന്നുള്ളത് പോലും എനിക്ക് ഔദ്യോഗികമായിട്ട് അറിയില്ല, ഏതായാലും അവർക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ പോലെ ഇപ്പം ചില സ്ഥാനങ്ങൾ, പദവികളൊക്കെ ലഭിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. എന്ത് സ്ഥാനമാണ് ഇവർക്ക് ഇത് പ്രത്യുപകാരമായിട്ട് കിട്ടിയത്? KLCA എന്ന് പറയുന്ന ഒരു സംഘടന, KRLCC എന്ന് പറയുന്നൊരു സംഘടന, ഇത് സഭയുടെ കീഴിൽ വരുന്ന രണ്ട് സംഘടനകളാണ്. പക്ഷേ അവർക്ക് അവരുടേതായ ഒരു വിലയുണ്ടായിരുന്നു. ഞങ്ങളുടെ മുനമ്പം സമരം തുടങ്ങുന്നതിന് മുമ്പ് ഇത് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ എന്നുള്ളൊരിത്. പക്ഷേ പിന്നീട് മുനമ്പം സമരം തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കേരള ലാറ്റിൻ കോൺഗ്രസ് അസോസിയേഷനാണ്. അതായത് കോൺഗ്രസിൻ്റെ അടിമകളായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ആണ് നേതൃത്വ നിരയിലുള്ളത്. ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, KLCA എന്ന് പറയുന്ന സംഘടന, KRLCC എന്ന് പറയുന്ന സംഘടന ഏതെല്ലാം രീതിയിൽ മുനമ്പത്തെ പറ്റിക്കാൻ പറ്റും. കാരണം ചതിച്ച്, അതായത് ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ മുനമ്പത്ത് വന്നിരുന്നത്. ഇവർക്ക് കോൺഗ്രസിനെ എങ്ങനെ ഇതിൽ നിന്ന് മോചിതരാക്കാം, അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ഹൈബീഡനെ കൊണ്ടുവന്ന് മറ്റേ 1G സ്ക്വയറിൽ. അതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ KLCയുടെ സംസ്ഥാന നേതാവിന് വളരെ നല്ലൊരു പൊസിഷൻ ഗവൺമെൻറ് ലീഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇതറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് മുനമ്പം സമരത്തിനെ ചതിക്കാൻ നോക്കി. ഇപ്പോൾ ചെസ്റ്റ് നമ്പർ 1 ആണ് അദ്ദേഹം. അഡ്വക്കേറ്റ് ഷെറി തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് ഒരു നല്ലൊരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടിയെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ പല സ്ഥലത്ത് എന്നെ പേഴ്സണലായിട്ട് വരെയും എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ അത് ചെയ്ത കാരണം ഇത് ചെയ്ത കാരണം. അതൊന്നുമല്ല, ഞങ്ങൾക്കറിയാം ഏത് രീതിയിലാണ് ഇവർക്ക് ഇത് കിട്ടിയെന്നുള്ളത്. അത് അവരുടെ കാര്യം. പക്ഷേ ഞാൻ പറഞ്ഞത്, ഒരു സ്ഥാനമാനം മറ്റുള്ളവനെ ചതിച്ചിട്ടുള്ളൊരു സ്ഥാനമാനമായിരിക്കരുത്, മറ്റുള്ളവൻ്റെ കണ്ണീരിൻ്റെ സ്ഥാനമാനമായിരിക്കരുത്. നമ്മൾക്ക് നമ്മളുടെ കുടുംബത്തിനോട് പറയാൻ, ഞാനൊരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരുത്തനെ ചതിച്ചിട്ടും ഒരു സമൂഹത്തിനെ ചതിച്ചിട്ടും സമുദായത്തിനെ ചതിച്ചിട്ടും ആയിരിക്കരുത് സ്ഥാനമാനങ്ങളുടെ പുറകിൽ പോകുന്നത്. ഇപ്പോൾ KLCAക്കും KRLCCക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്വന്തം സമുദായത്തെയും സ്വന്തം സമൂഹത്തെയും ചതിച്ചതിന് കിട്ടിയ ഉപകാരങ്ങളായിട്ടേ ഞങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ അവരെന്ത് ലീഗൽ കാര്യങ്ങൾക്ക് പോയാലും, കാരണം അവരെ ഞങ്ങൾ ചലഞ്ച് ചെയ്യണം. ഇവരുടെ സ്വന്തം ഇവരുടെ പ്രൈവറ്റ് മീറ്റിങ്സ്, കോർ കമ്മിറ്റി മീറ്റിങ്സിൻ്റെ വീഡിയോസ് ഞങ്ങളുടെ കയ്യിലെത്തി. എങ്ങനെ ഇവരുടെ പ്രൈവറ്റ് ചാറ്റ്സും എങ്ങനെ ഇവരുടെ പ്രൈവറ്റ് കാര്യങ്ങൾ എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ, അതിനർത്ഥം എന്താണ്? ഇവർ ചെയ്തിരുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയ ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇതെല്ലാം അഴച്ചു വന്നത്. ഞങ്ങളിപ്പോഴും പറയുന്നത്, എന്തുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് പലരെയും പല രീതിയിൽ കുറ്റം പറഞ്ഞിട്ടുണ്ട്, ഉള്ളത് കൊണ്ടാണ് ഞാൻ കുറ്റം പറയുന്നത്. പക്ഷേ ഈ പല ആൾക്കാരുടെയും പല അരമനകളിൽ നടക്കുന്ന പ്രൈവറ്റ് മീറ്റിങ്സിൻ്റെ വീഡിയോസ് എങ്ങനെ മുൻപത്തെ ആൾക്കാരുടെ കയ്യിലെത്തി? അപ്പോൾ അവർക്കൊന്നും നമ്മൾ ആ വീഡിയോ ഒക്കെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒന്നും സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ വീടിനെ ലക്ഷ്യമാക്കി, ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെന്ന് ലക്ഷ്യമാക്കി മാത്രം നടക്കുന്ന ആൾക്കാരാണ്. അത് കാരണം ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല. പക്ഷേ ഈ മാന്യ വ്യക്തികളുടെയൊക്കെ ഉദ്ദേശം, ഈ മാന്യ വ്യക്തികളുടെയൊക്കെ യഥാർത്ഥ രൂപം 1-2 മിനിറ്റുള്ള വീഡിയോകളല്ല. അതാണ് ഞാൻ പറയുന്നത്. ഇവർ തന്നെ മനസ്സിലാക്കണം എങ്ങനെ വരാപ്പുഴ രൂപതക്കകത്ത് നടക്കുന്ന ഒരു മീറ്റിങ്ങിൻ്റെ വീഡിയോ ഞങ്ങളുടെ അടുത്തെത്തി, എങ്ങനെ കോട്ടപ്പുറം രൂപതക്കകത്ത് നടക്കുന്ന ഒരു മീറ്റിങ്ങിൻ്റെ വീഡിയോ ഞങ്ങളുടെ അടുത്തെത്തി. ഇതൊക്കെ ഒന്നും സാധാരണ ഒരു വ്യക്തിക്ക് അവിടെ പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ അതേപോലത്തെ കാര്യങ്ങൾ നടന്നത് കൊണ്ടല്ലേ ആ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നി ഇവർ ചെയ്യുന്നത് ശരിയല്ല തോന്നിയത് കാരണത്താലാണ് അത് റെക്കോർഡ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് തന്നത്. അത് കാരണത്താലാണ് ഞങ്ങൾ ഇത്രയും ഒരു പബ്ലിക് ഡൊമൈനിലിരുന്ന എന്നെ പോലുള്ള ഒരു വ്യക്തിയാണ്, ഒരു സാധാരണക്കാരൻ കർത്താവിന്റെ ദാസന്മാർ കള്ളന്മാരായി മാറുകയാണല്ലോ. ഞാൻ സംസാരിച്ചിട്ട് ഇവരെനിക്കെതിരെ സംസാരിക്കാത്തതിൻ്റെ ഇതൊരൊറ്റ കാരണം ഇവർക്കറിയാം എൻ്റെ കയ്യിൽ ഈ കാര്യങ്ങൾ, എൻ്റെ കയ്യിലല്ല പലരുടെയും കയ്യിലേക്ക് ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ചതിച്ചിട്ട് സ്ഥാനമാനം നേടിയിട്ട് കൺഗ്രാജുലേഷൻസ് എടുക്കാനുള്ളതല്ല, അത് നല്ല രീതിയിൽ സ്ഥാനമാനം നേടുക എന്നുള്ളതാണ് എൻ്റെ. ഏതായാലും ഇതിന് ഒരു അന്തിമ രൂപത്തിലേക്ക് കൂടി എത്തുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. മുനമ്പം സമരസമിതി ആക്ഷനിലേക്ക് ഇറങ്ങുകയാണ്, വീണ്ടും ഒരു സമരത്തിലേക്ക് കിടക്കുകയാണല്ലോ. ഞങ്ങളുടെ പുതിയ ആക്ഷൻസ് സത്യത്തിൽ ഞങ്ങൾ നാളെ നമ്മുടെ തളിപ്പറമ്പ് ശ്രീരാജരാജേശ്വരി ക്ഷേത്രം, അവിടെ ഒരു നിങ്ങൾക്കറിയാവുന്നതുപോലെ 400 ഏക്കർ വീണ്ടും അവർ ഉമീദ് പോർട്ടലിലേക്ക് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു അവരുടെ ക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഈ അടുത്തൊന്നും തന്നെ ഞങ്ങൾ വീണ്ടും സമരത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളാണ്. സെക്രട്ടേറിയറ്റിലേക്കൊരു സമരം പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ക്യാമ്പയിൻ പോലെ സമരം പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ഞങ്ങൾക്ക് അത് ചെയ്യാനുള്ള സമയവും ആൾക്കാരെ ഞങ്ങളുടെ കൂടെ, കാരണം ഇപ്പം മത്സ്യ നിരോധനം ആണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിലുപരി ഇനി എനിക്ക് ഇതിലൊരു ചെറിയൊരു സന്ദേശം തരാനുള്ളത്, ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുനമ്പം കഴിഞ്ഞതിന് ശേഷം 400 ഏക്കർ എഴുതിയെടുത്തിരിക്കുന്ന തളിപ്പറമ്പാണ്. വഖഫ് ബോർഡിൻ്റെ വാംസി പോർട്ടലിൻ്റെ പ്രകാരം അനുസരിച്ച് അവർ മൂന്നാമത് വരാൻ പോകുന്നത് ചെല്ലാനത്തായിരിക്കുള്ളൂ. ചെല്ലാനമാണ് വാംസി പോർട്ടലിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അടുത്തതിന് നമുക്ക് കേൾക്കാം ചെല്ലാനവും വഖഫ് ബോർഡ് എഴുതിയെടുത്തുനിന്ന് കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കടലിന്റെ വലിയ ദുരന്തമൊക്കെ അനുഭവിച്ച ജനതയാണ് കടലിന്റെ പ്രക്ഷോഭം കൊണ്ടൊക്കെ. ഇപ്പോഴും അവരുടെ അന്യാധീനപ്പെട്ട ഭൂമിയാണ് ചെല്ലാനം എന്ന് പറയുന്നത്. പക്ഷേ ചെല്ലാനത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടി നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ഒരേ ഒരു പഞ്ചായത്തുള്ളൂ മുസ്ലിംസ് ഇല്ലാത്ത പഞ്ചായത്ത്. അവിടെയാണ് അവരുടെ വാംസി പോർട്ടലിൽ എഴുതി വെച്ചിരിക്കുന്ന ചെല്ലാനം അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു വരവും കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം. അവിടെയുള്ള ജനങ്ങൾ ജാഗരൂകരായിരിക്കണം, അവിടെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. ഇതൊരു ചെറിയൊരു സംഭവമല്ല, ഞങ്ങൾക്ക് പറ്റിയത് പറ്റി, മറ്റുള്ളവന് ഇതിഞ്ഞ് സംഭവിക്കരുത്. അപ്പോൾ ചെല്ലാനത്തുള്ള ആൾക്കാർ ശ്രദ്ധയോടെ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പോർട്ടലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.